ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ക്രോഷറ്റ് ട്യൂട്ടോറിയലാണ്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് യാണും ഹുക്കുമാണ് വേണ്ടത്. ഇത് യാണാണ്, ഞാൻ ഇവിടെ നെസ്റ്റ് ആൻഡ് ഹെവൻ്റെ യാണാണ് എടുക്കുന്നത്. ആൻഡ് ഹുക്ക് എടുക്കുന്നത് ഒരു 4mm ഹുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4mm ഹുക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എന്തോ സംഭവം ഉണ്ട്, ഇവിടെ ഒരു ചെറിയ കർവിങ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഏത് ഹുക്ക് എടുക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ വൂളിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ മതി. അതിലായിരുന്നു നമുക്ക് എഴുതിയിട്ടുണ്ടാകും. അവിടെ 3.5 ആണ് എടുക്കാൻ പറയാം, പക്ഷേ ഞാൻ അവിടെ 4 ആണ് എടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ച് പഠിക്കാം. നോട്ട്, സ്ലിപ്പ് നോട്ടാണ് ഇതിൻ്റെ ബേസിക് സംഭവം. സ്ലിപ്പ് നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തുടർന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങളിത് കണ്ടു നോക്കുക, ഇത് ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ നോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇത് തെറ്റാണെങ്കിൽ നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പം ആ കെട്ട് അഴിയത്തില്ല. പക്ഷേ ഇത് തെറ്റല്ല, അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ അഴിയും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും അതിൽ നമുക്കൊരു എക്സ് പോലെ ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ നേരെ വരും, പക്ഷേ ഫ്രണ്ട് നോക്കുമ്പോൾ എക്സ്. ശേഷം ഈ ഒരു വൂള് നമ്മൾ പിടിക്കേണ്ടത് മോതിര വിരലും കൊണ്ടാണ്. ഓക്കെ, ശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് വൂളിൻ്റെ അടിയിൽ കൂടി സെക്കൻഡ് വൂളിൻ്റെ മുകളിൽ കൂടി എടുത്തിട്ട് ആ സെക്കൻഡ് വൂളിൽ നിന്ന് വലിച്ച് മറ്റേ വൂളിൻ്റെ അടിയിൽ കൂടി ഒന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ സ്ലിപ്പ് നോട്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലിപ്പ് നോട്ട്. സോ നെക്സ്റ്റ് നമുക്ക് ചെയിൻസ് ഇടാൻ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹുക്ക് യാണം എനിക്ക് നേരെയായിട്ട് പിടിക്കണം. ഇവിടെ യാൺ പിടിക്കുന്നത് നമ്മുടെ മിഡിൽ ഫിംഗറും ചൂണ്ടുവിരലും ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തള്ളവിരൽ വെച്ചിട്ട് നമ്മുടെ നോട്ടിലും പിടിക്കുക. ഇങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിടിക്കാം. എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര ഈസിയാണ് എനിക്ക് ചെയ്യാനായിട്ട്. സോ ഞാൻ ഈ രീതിയിലാണ് പിടിക്കുന്നത്. ശേഷം നമുക്ക് സ്റ്റിച്ച് തുടങ്ങാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും നേരെ പക്ഷേ പാരലായിട്ട് പിടിക്കണം. ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചാൽ വൂളിൻ്റെ ഫ്രണ്ടിൽ കൂടി നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് പിടിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തുളയ്ക്കാത്തോടെ ഇങ്ങനെ വലിച്ച് കയറ്റണം. പക്ഷേ ഇങ്ങനെ വെച്ചുമ്പോൾ കയറ്റാൻ പറ്റത്തില്ല. സോ നമ്മളിതെന്ത് ചെയ്യുമെന്നറിയോ, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹുക്കുണ്ട് തിരിക്കുമ്പം നമ്മുടെ കൂടുതൽ സാധനം സൈഡിലേക്കാവും. അപ്പോൾ നമുക്കത് ഇങ്ങനെ അടിയിൽ കൂടി എളുപ്പത്തിലാണ് കയറ്റാം. സോ ആ ഒരു മോഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് എപ്പോഴും ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് വെക്കാം. 1 മിനിറ്റ് കൊണ്ടാണ് ഇഷ്ടം പോലെ ചെയിൻസ് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈമാണ് കുറച്ച് പാടുണ്ടാവും, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിത് പാർട്ടായിട്ട് പഠിക്കുന്നതാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാനിത് പാർട്ടായിട്ടാണ് ഇടുന്നത്. ആൻഡ് ഇതുപോലെയാണ് നിങ്ങളുടെ ചെയിൻ ചെയ്യേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ മോഷൻ സ്പീഡാകുമ്പോൾ നമുക്കിങ്ങനെ പടപടപടാന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്കൊരു മുടിയൊക്കെ പിന്നിയ പോലെയാണ് നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ എൻ്റെ വേർഡ്സിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. വെച്ചാൽ ഞാൻ പറയുന്നത് എന്ത് സ്ഫുടനം സംഭവത്തില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ജസ്റ്റ് തിരുത്താനാണ്. സോ എനിക്ക് വായിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇതുപോലെ ചെയിൻസൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പടപടാൻ ചെയ്യാൻ പറ്റും. കാരണം ഒരു മുടി പിന്നെ ആ ഒരു സംഭവം തന്നെയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് വല്ലതും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അതെങ്ങനെ മാറ്റുന്നതും ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. സോ ഇഫ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെയിൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹുക്ക് ആ ഒരു തുളയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഊരിയെടുക്കണം. ആൻഡ് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വള്ളി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയുള്ള യാണായിട്ട് ആ ഒരു ബണ്ടിൽ ഓഫ് യാണായിട്ട് അറ്റാച്ചിട്ടിരിക്കുന്ന വള്ളി അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തതുണ്ട്. റിവേഴ്സ് അടിച്ച് ഇങ്ങനെ പോകും. നമ്മൾ ഫുള്ള് വലിക്കുകയാണെങ്കിൽ ഒരെണ്ണം പോലെ ഫുൾ അത് പോകും, അഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.